ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യവും നമ്മുടെ മേൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ കാണുന്നത് സഹനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന വിശ്വാസ സ്ഥിരതയെക്കുറിച്ചാണ്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 2, 3, 4 തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെയാണ് കാണുക: എൻ്റെ സഹോദരരെ, നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. എല്ലാവിധ പരീക്ഷകളിലും നിങ്ങൾ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുമേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പരീക്ഷകൾ വരും, പല വിധത്തിലുള്ള പരീക്ഷകൾ വരും. അതാണ് പറയുക, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുമേ. വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ അതിൽ തന്നെ നമ്മൾക്ക് സ്ഥിരത ലഭിക്കും. തുടർന്ന് പറയുകയാണ്, ഈ സ്ഥിരത അതിൻ്റെ ഫലം പുറപ്പെടുവിക്കും. അത് നിങ്ങളെ പൂർണ്ണരും അതുപോലെ തന്നെ കുറ്റമറ്റവരും ആക്കി തീർക്കും. പൂർണ്ണരും ഒന്നിനും കുറവില്ലാത്തവരും ആക്കി തീർക്കുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. അപ്പോൾ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ അത് സ്ഥിരപ്പെടുത്തും. ഈ സ്ഥിരത ഫലം പുറപ്പെടുവിക്കും. അത് പൂർണ്ണമാവുകയും ഒന്നിനും കുറവില്ലാത്തവരും ആക്കി തീർക്കുമെന്ന് തിരുവചനം നമ്മൾ പഠിപ്പിക്കുക. വീണ്ടും യാക്കോബിന്റെ ലേഖനം 12-ാം അധ്യായം യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12, 13, 14 തിരുവചനം വായിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്: പരീക്ഷിക്കപ്പെടുമ്പോൾ ക്ഷമാപൂർവം സഹിച്ചാൽ, എന്നാണ് പറയുക, നമ്മൾ പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ പരീക്ഷിക്കപ്പെടുമ്പോൾ ക്ഷമാപൂർവം സഹിക്കണം. സഹിച്ചാൽ നിങ്ങൾ ഭാഗ്യവാൻ. അപ്പോൾ ക്ഷമാപൂർവം സഹിച്ചാൽ നമ്മൾ ഭാഗ്യവാനെ മാറും എന്ന് തിരുവചനം പറയുന്നു. തുടർന്ന് പറയുകയാണ്, ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. തിന്മയായിട്ടുള്ളതൊന്നും ദൈവം പരീക്ഷിക്കുന്നില്ല. ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നത് തന്നെ തന്നെ ദുർമോഹത്താൽ വശമതരായി തീരുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദുർമോഹങ്ങളുണ്ടാകാം, അതിനെ കീഴ്പ്പെട്ടു പോകും. അപ്പോൾ ദുർമോഹത്താൽ കീഴ്പ്പെട്ട് നമ്മൾ പരീക്ഷിക്കപ്പെടുകയാണ്. ദൈവം ആരെയും പരീക്ഷിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നില്ല. തിന്മയായിട്ടൊന്നും ആരെയും ദൈവം പരീക്ഷിക്കുന്നുമില്ല. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ വിശ്വാസത്തിന് സ്ഥിരത ലഭിക്കുമെന്ന് യാക്കോബ് ശ്ലീഹ നമ്മൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഒരു നിമിഷം നമുക്ക് ദൈവത്തിന് മുമ്പിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവമേ, വിശ്വാസം നഷ്ടപ്പെട്ട സമൂഹമാണ്. ദൈവമേ, മക്കളിലേക്ക് നിന്റെ വിശ്വാസം നീ ദാനമായി നൽകണമേ. ആഴപ്പെട്ട ഒരു വിശ്വാസം ലഭിക്കുവാൻ, സഹനത്തിൽ പതറാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ തക്കവിധം എവരെയും അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൻ്റെ തളർച്ചയുണ്ടാകുമ്പോൾ
ജീവിത തളർച്ചയുണ്ടാകും. വിശ്വാസത്തിൽ ഉണർവുണ്ടാകുമ്പോൾ ജീവിതത്തിൽ ഉണർവുണ്ടാകും. എൻ്റെ ഈശോയെ, എൻ മക്കളെ വിശ്വാസം ഉജ്ജ്വലിപ്പിക്കണമേ. ഇവരെവരെയും അവിടുന്ന് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.